നമസ്കാരം. കഴിഞ്ഞ 10 വർഷം കണ്ടത് വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണെന്നും രാജ്യം ഇനിയുമേറെ മുന്നോട്ട് കുതിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചു. അസാധ്യമെന്ന് കരുതിയ പലതും നാം നടപ്പിലാക്കി. അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനാൽ ചിലർക്ക് ക്ഷമ നഷ്ടപ്പെടുന്നു. അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ മന്ത്രം. തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് നേടുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മീററ്റിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി ഇങ്ങനെയാണ് പറഞ്ഞത്. 2024 തെരഞ്ഞെടുപ്പ് കേവലം സർക്കാരിനെ കണ്ടെത്താൻ വേണ്ടിയുള്ളത് മാത്രമല്ല, വികസിത ഭാരതം നിർമ്മിക്കാനുള്ളത് കൂടിയാണ്. 10 വർഷത്തെ NDA ഭരണത്തിന്റെ റിപ്പോർട്ട് കാർഡ് എല്ലാവരുടെയും പക്കലുണ്ട്. അസാധ്യമെന്ന് കരുതിയ പലതും കഴിഞ്ഞ 10 വർഷത്തിനിടെ നമ്മൾ ചെയ്തു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം അസാധ്യമെന്ന് കരുതി, എന്നാൽ അതും നമ്മൾ സാധ്യമാക്കി. 1 റാങ്ക് 1 പെൻഷൻ, മുത്തലാഖ് നിരോധനം തുടങ്ങിയവയെല്ലാം നടപ്പിലാക്കി. ഇന്ന് യുവാക്കൾക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകിയിരിക്കുന്നു. വികസനത്തിന്റെ ട്രെയിലർ മാത്രമാണ് നിങ്ങൾ കണ്ടത്. രാജ്യം ഇനിയുമേറെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമ്പോൾ ദാരിദ്ര്യമില്ലാതാകും. മധ്യവർഗം രാജ്യത്തിന്റെ കരുത്താകും. ഇന്ത്യ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായപ്പോൾ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി. രാജ്യത്തിന് വളരെ ശക്തമായ മധ്യവർഗം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയാണ്. നമ്മുടെ സർക്കാർ 3ാം തവണയും അധികാരത്തിലേറാൻ തയ്യാറാകുന്നു. അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കുകയാണ്. ആദ്യ 100 ദിവസം നടപ്പിലാക്കേണ്ട പദ്ധതികൾ പ്രത്യേക പ്രാധാന്യത്തോടു കൂടിയാണ് തയ്യാറാക്കുന്നത് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഞാൻ അഴിമതിക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനാൽ ചിലർക്ക് അവരുടെ ക്ഷമ നഷ്ടപ്പെടുന്നു. അഴിമതി ഇല്ലാതാക്കുക എന്നതാണ് മോദിയുടെ മന്ത്രം. എന്നാൽ അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് പ്രതിപക്ഷം പറയുന്നത്. അഴിമതിക്കെതിരെ അണിനിരക്കുന്നവരും അഴിമതിക്കാരെ സംരക്ഷിക്കുന്നവരും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇന്ത്യ സഖ്യത്തിലൂടെ മോദിയെ ഭയപ്പെടുത്താമെന്നാണ് അവരുടെ ധാരണ. രാജ്യമാണ് എൻ്റെ കുടുംബം. അഴിമതിക്കെതിരായ യുദ്ധത്തിൽ ഞാൻ പോരാടുകയാണ്. അതുകൊണ്ടാണ് അഴിമതിക്കാരായ നിരവധി പേർ ഇപ്പോൾ ജയിലിലായത്. അവർക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പോലും ജാമ്യം ലഭിക്കില്ല. കോൺഗ്രസിന്റെ മറ്റൊരു രാജ്യവിരുദ്ധ പ്രവൃത്തി കൂടി ഇന്ന് പുറത്തുവന്നു. രാജ്യസുരക്ഷയ്ക്ക് സുപ്രധാന പങ്കുണ്ടായിരുന്ന കച്ചത്തീവ് തുരുത്ത് ശ്രീലങ്കയ്ക്ക് വിട്ടു നൽകിയത് കോൺഗ്രസാണ്. കോൺഗ്രസ് ഭരണകാലത്ത് പാവപ്പെട്ടവരുടെയും ചെറുകിട നിക്ഷേപകർ, ബാങ്കുകൾ എന്നിവരുടെ കോടിക്കണക്കിന് രൂപ തെറ്റായ രീതിയിൽ മരവിപ്പിച്ചു. നാം അഴിമതിക്കാരുടെ പണം പിടിച്ചുവെക്കുകയും പാവങ്ങളുടേത് തിരിച്ചു നൽകുകയും ചെയ്തു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് തന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രധാനമന്ത്രി ആരംഭിച്ചത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാനല്ലെന്നും മറിച്ച് വികസിത ഭാരതം സൃഷ്ടിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞു. മെഗാ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. അഴിമതിക്കെതിരെ ഞങ്ങൾ ആരംഭിച്ച പോരാട്ടം രാജ്യം കണ്ടുവെന്ന് മോദി പറഞ്ഞു. ദരിദ്രരിൽ നിന്ന് ഒരു ഇടനിലക്കാരനും പണം തട്ടിയെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കി. അഴിമതിക്കെതിരെ പോരാടുകയാണ്. അതുകൊണ്ടാണ് അഴിമതിക്കാർ ഇന്ന് ജയിലിൽ കഴിയുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരെ പോരാടുന്ന NDAയും അഴിമതിക്കാരെ രക്ഷിക്കാൻ പോരാടുന്ന മറ്റൊരു സംഘവും തമ്മിലാണെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെ വെറുക്കുന്ന ഇന്ത്യ സഖ്യം ചൗധരി ചരൺ സിംഗിന് അർഹമായ ബഹുമാനം പോലും നൽകിയില്ല. പാർലമെന്റിനുള്ളിൽ അവർ ചെയ്തത് രാജ്യം കണ്ടു. കോൺഗ്രസും SPയും കർഷകരോട് മാപ്പ് പറയണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. 3ാം സർക്കാർ രൂപീകരണത്തിനുള്ള ഒരുക്കങ്ങൾ BJP ആരംഭിച്ചു കഴിഞ്ഞതായി മോദി പറഞ്ഞു. വരാനിരിക്കുന്ന 5 വർഷത്തേക്ക് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കുകയാണ്. ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട പ്രധാന തീരുമാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു.